Hi, welcome to our channel and this is me Jasirajan, Mind and Transformational Coach. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ കുട്ടികളുടെ കാര്യത്തിലുള്ള ഡിസിപ്ലിനെ കുറിച്ചിട്ടാണ്. പല പാരൻറ്റിനും ഉള്ളൊരു ഡൗട്ടാണ്, ഞാൻ എൻ്റെ കുട്ടീനെ അടിച്ച് വളർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് വഴക്ക് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി ഡിസിപ്ലിനറി ഇല്ലാണ്ടായിപ്പോൾ അടിക്കേണ്ട സമയത്ത് അടിക്കുക തന്നെ വേണം, നമ്മൾ ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടന്നെ വേണം എന്നുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് വീട്ടിലത്തെ എല്ലാ പണികളും കഴിഞ്ഞ് കുട്ടികളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവാനോ പോയെന്ന് വിചാരിക്കും. തിരിച്ചു വരുന്ന സമയത്ത് കുട്ടി എന്താക്കിയിട്ടുണ്ടാവും, ആ റൂമോ അല്ലെങ്കിൽ ഒരു ഏരിയ ഭയങ്കര മെസ്സപ്പ് ആക്കിയിട്ടുണ്ടാവും. ഈ സമയത്ത് എന്തായിരിക്കും സഡൻ റിയാക്ഷൻ? പല ആളുകളും എന്താക്കും, അത് ഭയങ്കര ഇഷ്യൂ ആക്കിയിട്ടെടുക്കില്ല, കുട്ടീനെ ഭയങ്കര ഷൗട്ട് ചെയ്യും, പണിഷ് ചെയ്യും എന്നുള്ളതിൽ. അപ്പോൾ ഇവിടെ അതിന് ആ ഒരു പാരൻ്റ് പറയുന്നൊരു കാര്യമാണ്, ആ കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മെസ്സപ്പ് ആക്കാതിരിക്കാൻ ചെയ്യാം. കാരണം ക്ഷീണിച്ച് വന്നാൽ നമുക്ക് ഇത് കാണുമ്പോൾ ദേഷ്യം വരും എന്നുള്ളത് ശരിയായിരിക്കാം. നമുക്ക് ക്ഷീണമുണ്ട്, നമ്മൾ ഒരുപാട് ജോലി എടുത്തിട്ടുണ്ട്, പക്ഷേ നമ്മളുടെ ആ ഒരു ക്ഷീണത്തിൻ്റെ ഇമോഷണൽ ഡംപിങ് നമ്മുടെ കുട്ടികളിൽ ആവരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം ശരിയാണ്, ആ കുട്ടിക്ക് അവിടെ മെസ്സപ്പ് ആക്കാതെ ചെയ്യണം എന്നുള്ള ഒരു പാഠം നമുക്കവിടെ പഠിപ്പിച്ചു കൊടുക്കാം. അതെങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? നമുക്കതിനെ അവരെ ഗൈഡ് ചെയ്യാം. 2 ടൈപ്പാണ്. ഒന്നെങ്കിൽ ഇതേപോലെ ഷൗട്ട് ചെയ്തിട്ട് അവരെ പേടിപ്പിച്ചിട്ട് ആ ഒരു സംഭവത്തെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. രണ്ടാമത്തത്, നമ്മൾ ഭയങ്കര സമാധാനപരമായിട്ട് അവരെ കൂടെ ഇരുന്നിട്ട് മോനെ അല്ലെങ്കിൽ മോളെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഈ രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും അവരുടെ കൂടെ ഇരുന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് നിങ്ങളോടുള്ള പേടിയും അതുപോലെ ഇമോഷണൽ സേഫ്റ്റിയും ഫീൽ ചെയ്യില്ല എന്നുള്ളത്. നിങ്ങളിൽ നിന്ന് അകന്ന് മാറിക്കൊണ്ടിരിക്കും. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ എന്നുള്ളത് അവരെന്തോ ഒരു പേടിച്ച സംഭവമായിട്ടായിരിക്കും കാണാം. അതുകൊണ്ട് തന്നെ വളർന്നു വരുമ്പോൾ അവർ കുറച്ച് വലുതായിട്ട് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ അത് അവരെവിടെ വന്നിട്ട് ഷെയർ ചെയ്യാനും മടിക്കുന്നുള്ളതാണ്. അതേസമയം ആ രണ്ടാമത്തെ രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ, പറഞ്ഞു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അവിടെ ആ കുട്ടിക്കൊരു ന്യൂ സ്കില്ല് അവിടെ ലേൺ ചെയ്യാണ്, അല്ലേ? നമ്മൾ ശരിക്കും മിസ്റ്റേക്ക് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഇപ്പോൾ ഒരു കുട്ടി നടക്കുന്ന സമയത്ത് ഒരുപാട് സമയം അവിടെ വീഴുന്നുണ്ട്, എന്നിട്ടാണ് നടക്കാൻ പഠിക്കുന്നത്. ഇതേപോലെ ഇനിയിപ്പോൾ നമ്മുടെ കേസാണെങ്കിലും നമ്മളൊരു പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അവിടെ കുറേ മിസ്റ്റേക്സ് പറ്റുന്നുണ്ട്. പക്ഷെ മിസ്റ്റേക്സ് പറ്റിയാലും അതിൽ നിന്ന് പുതിയ ലെസൺ പഠിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം നമ്മളൊരാൾ വന്നിട്ട് ആ മിസ്റ്റേക്ക് ഭയങ്കരമായിട്ട് നമ്മൾ വഴക്ക് പറഞ്ഞാൽ എന്ത് ഫീലിംഗാണ് നമുക്ക് വരിക? ഇതേ രീതിയിലുള്ളൊരു ഫീലിംഗാണ് ഈ കുട്ടികൾക്കും സംഭവിക്കുന്നത്. ഫീലിംഗ് മാത്രമാണോ, അവർക്ക് ലൈഫ് ലോങ് കൊണ്ടു നടക്കാനുള്ള ഒരു അനുഭവത്തെയാണ് നിങ്ങളപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ കുട്ടീനെ നമുക്ക് ഡിസിപ്ലിൻ പഠിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് എന്ത് വേണ്ട എന്നുള്ളത്, എന്ത് വേണം എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. അത് കാമായിട്ടും ഫേമായിട്ടും നല്ല രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ചില സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടും ജസ്റ്റ് നോ എന്ന് പറയുമ്പോൾ അത് കൺഫേമായിട്ട് ഫേമായിട്ട് തന്നെ നോ പറയുകയും ചെയ്യാം. അപ്പോൾ അവർക്കത് മനസ്സിലാവും എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ നിങ്ങളുടെ കുട്ടീനെ ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ പണിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ വയ്ക്കുക. കാരണം ഈ ഷൗട്ട് ചെയ്യുന്നത് കൊണ്ട് അവരുടെ മൈൻഡിൽ മെൻ്റലി മനസ്സിനെയാണ് തകർക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നല്ല രീതിയിൽ അവരെ പറഞ്ഞിട്ട് അവിടെ തിരുത്തി കൊടുക്കുന്ന സമയത്ത് അവർ ഒരു ഹെൽത്തി മൈൻഡ് സെറ്റാണ് അവിടെ ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങളെ കുട്ടി നിങ്ങൾ അത്രയും ആഗ്രഹിച്ച് നിങ്ങളിലൂടെ വന്ന ആ കുട്ടി നിങ്ങളെ പേടിച്ചിട്ടാണോ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അതോ സ്നേഹം കൊണ്ടാണോ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ച് നോക്കുക. ആൻഡ് ഒരു പാരൻറ്റും
പറയൂല അല്ലെ എൻ്റെ കുട്ടി എന്നെ പേടിക്കണം, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് നമ്മൾ ആരും ആഗ്രഹിക്കില്ല. അപ്പോൾ ചെറുപ്പത്തിലേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അവരുടെ ഇമോഷണൽ സേഫ്റ്റി, ഇമോഷണലി അവർക്ക് നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കുക, സുരക്ഷിതത്വം കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു ടീനേജ് പ്രായത്തിൽ കഴിഞ്ഞാൽ എന്താവും, അപ്പോഴായിരിക്കും ആലോചിക്കുക. അപ്പോൾ ഈ കുട്ടി ശരിക്കും തുറന്ന് പറയുന്നുണ്ടാവില്ല, നിങ്ങളോട് വാശി കാണിക്കും, ദേഷ്യപ്പെടും, ഷൗട്ട് ചെയ്യും. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് അവന് തിരികെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളൊരു ജോബായിരിക്കും. അപ്പോൾ നിങ്ങളെടുത്ത് ചെറിയ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവരെ വളർത്തുന്ന സമയത്ത് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക. നല്ല രീതിയിൽ എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് സപ്പോർട്ടീവായിട്ട്, അതുപോലെ കാമായിട്ട് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യുക. ആസ് എ പാരൻറ്റ് നമുക്ക് നമ്മുടെ കുട്ടികളെ ഗൈഡാണ് ചെയ്യേണ്ടത്, അല്ലാതെ അതും ഇതും നമ്മുടെ ഇമോഷണൽ ബാഗേജ് അവരിലേക്ക് അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ ഡംപ് ചെയ്യുക എന്നുള്ളൊരു കാര്യമല്ല. സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പാരൻസിനെ നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്യാം. So see you in the next week. Bye.